അപ്പൊ നമ്മളെ കുട്ടികളെ മഴയത്ത് കളിക്കണേ. അപ്പൊ നമ്മളെ കുട്ടികളെ മഴയൊന്നും കൊള്ളാതെ ചളിയിൽ ചവിട്ടാതെ ഇങ്ങനെ വളർത്തണ്ട. അപ്പൊ എന്താ പറയുക, നമ്മൾ കുട്ടികൾക്ക് കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നത് ഇതിങ്ങനെ കളികളെ ചവിട്ടി ചവിട്ടി കളിക്കണം. മനസ്സിലായി? എന്തിനാ അറിയെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കുരുകളും അതേപോലെ തന്നെ ഒരുപാട് ഔഷധ ഉള്ള മഴയാണ്. മഴ കൊണ്ടാ പണിക്കും കഴിഞ്ഞ് പെരഞ്ഞ കുട്ടികളോടാ പറയണേ. മനസ്സിലായോ? കുട്ടികളെ ഒന്ന് പുറത്തേക്ക് നോട്ട് ഈ തല മറക്കണ്ടോ, തല മറച്ചിട്ടില്ലെങ്കിൽ പണിച്ചു നമ്മുടെ ശരീരത്തിൽ മഴ കൊള്ളുമ്പോൾ എന്താവും? ഇവിടെ വട്ടം ചുറ്റണം വേണ്ടത്. നമ്മൾ പ്രേക്ഷകർക്ക് എന്താ പറയല്ലേ, എന്താ പറയുക, പാട്ട് പാടും. ഇത് പാട്ട് പാടും, ഒരു പാട്ടും പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയാലോ. കുറേ എന്തിനാണ് കൊന്നിട്ട് ഗൈസ് ഒരു പാട്ട് അപ്പൊ ഓൻ പാട്ട് പാടിക്കണ്. ഓനക്കന്നെ അറിയുള്ളൂ ആ പാട്ട് ഏതാണ്. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ എന്താ നമ്മള് മായ എന്ന് പറയില്ല, നമുക്ക് പ്രകൃതിയിൽ വരുന്നതാണ്. അപ്പൊ അത് നീ പേടിച്ച് നിൽക്കരുത്. മഴ കൊള്ളണം, ഹാപ്പിയാവണം. മനസ്സിലായോ? ചില ആൾക്കാരുടെ നമ്മൾ മഴ കൊണ്ട് ഞാൻ പനിച്ചു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇന്ന് പനി വരുന്നില്ലേ ഇല്ലടി, മഴ കൊണ്ടിട്ടില്ലേ പനിച്ചില്ലേ? ഇതിന്റെ പ്രശ്നം മഴ കൊണ്ടിട്ട് പനിച്ചാണെങ്കിൽ അല്ല. പിന്നെ ഇങ്ങനെ കൂടണ പോലെ അല്ല, പേടിച്ച് ഇങ്ങനെ കുത്തിക്കരുത്. ഇങ്ങനെ കൂടണം. മഴ കൊള്ളിച്ച ഞാൻ അയച്ചതാണ്. എന്താ കുഞ്ഞോളാച്ചി പറയുന്നത്? തീർച്ചയായിട്ടും അതെ, കുഞ്ഞോളാണ് നമ്മളെ വീഡിയോ എടുക്കുന്ന ആള്. സുല്ലോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ നമ്മൾ കാണും. ഇപ്പൊ മഴയായിട്ട് അടുത്തത് വെള്ളമായിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ എല്ലാ സപ്പോർട്ടോടും കൂടെ അപ്പൊ എല്ലാവർക്കും ഇത് കൊടുത്താൽ ഇങ്ങനെ പറയുന്നത് പൈസ ചുങ്കത്ര.